ഹായ്, ഇന്ന് നമുക്കിതേ ഈ ഒരു റിബൺ കൊണ്ടാണ് നമ്മളൊരു ഹെയർ ക്ലിപ്പ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് നല്ല ഭംഗിയുള്ള സാധാ റിബണായാലും കുഴപ്പമൊന്നുമില്ല. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ റിബണിനെ ഇതുപോലെ മടക്കിയെടുക്കുക. മടക്കുമ്പോൾ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. അതിൻ്റെ ആ ഒരു നീണ്ടു നിൽക്കുന്ന ഭാഗമില്ലേ, ഇത് പുറകിൽ വരുമ്പോൾ ആ റിബണിൻ്റെ അതേ ആ വീതിയിൽ തന്നെ വരണം. അത് അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇതുപോലെ വെച്ച് നോക്കാം കേട്ടോ. അതിനുശേഷം നമുക്ക് ഒന്നുകൂടി അങ്ങനെ മടക്കിയിട്ട് നമുക്ക് ആ ഭാഗത്തെ എന്ത് ചെയ്യാം, ബാക്കിലോട്ട് ഇതുപോലെ വെച്ച് കൊടുക്കാം. ഇതുപോലെ വെച്ചതിന് ശേഷം നമുക്കിത് അഴിഞ്ഞു പോകാതിരിക്കാനായിട്ടൊരു പിന്നോ എന്തെങ്കിലും നമുക്കൊന്ന് കുത്തി വെക്കാം, അല്ലെങ്കിൽ ഒരു ക്ലിപ്പ് വെച്ച് കൊടുക്കുകയോ എന്തായാലും കുഴപ്പമില്ല. ഇപ്പോൾ ഞാനൊരു പിന്ന് ഇവിടെ കുത്തി കൊടുത്തേക്കാണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ഭാഗം നേരത്തെ ചെയ്ത പോലെ ഇതുപോലെ രണ്ട് ഇതിൽ മടക്കി ആ ബാക്ക് സൈഡ് ഇതുപോലെ ആ ലെവലിൽ വരുന്ന രീതിയിൽ തന്നെ മടക്കി എടുക്കുക. അപ്പോൾ ആ ഒരു മടക്കനുസരിച്ചിരിക്കും അതിൻ്റെ നീളം. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നേരത്തെ ചെയ്ത പോലെ തന്നെ പിന്നെ ഒരെണ്ണം ഇവിടെയും കുത്തിവെക്കാം. അപ്പോൾ രണ്ടും ഇപ്പോൾ അഴിഞ്ഞു പോവാതെ ഇരുന്നോളും. ഇപ്പോൾ കണ്ടില്ലേ, കണ്ടോ, ഈ റിബൺ രണ്ടും ഇതിൻ്റെ ആ ഒരു ലെവലിൽ വരുന്ന രീതിയിൽ മടക്കി വെച്ചിട്ടുണ്ട്. അതുപോലത്തെ ഒരെണ്ണം കൂടി ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ താഴ്ഭാഗം, അതായത് അതേ ബാക്കിൽ ഇങ്ങനെ മടങ്ങി വന്ന് ഇങ്ങനെ ഇരിക്കുന്നില്ലേ, ആ ഒരു ഭാഗം നമുക്ക് എന്ത് ചെയ്യാം, സൂചിയും നൂല് ഉപയോഗിച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്കിതിനെ എന്ത് ചെയ്യാം, നല്ലോണം വലിച്ച് മുറുക്കി ഒന്ന് കെട്ടിക്കൊടുക്കാം. അതിപ്പോൾ കെട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് അതുപോലത്തെ നേരത്തെ ഉണ്ടാക്കിയതും ഇതുപോലെ തന്നെ സൂചി നൂല് ഉപയോഗിച്ച് ടൈറ്റ് ചെയ്ത് കെട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ രണ്ടിനെയും കൂടി ഒരുമിച്ച് നമുക്കൊന്ന് തുന്നാം. ഇപ്പോൾ തുന്നണം നിർബന്ധമില്ല, വേണമെങ്കിൽ നമുക്ക് പശ വെച്ച് ഒട്ടിക്കുകയും ചെയ്യാം. ഇപ്പോൾ ഞാനിത് തുന്നണം, അപ്പോൾ നല്ല ടൈറ്റായിട്ട് നമുക്ക് ഇരുന്നോളും. അപ്പോൾ അതിന് വേണ്ടി തുന്നി ഇപ്പോൾ നമുക്ക് ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ നടുവിലായിട്ട് എന്തെങ്കിലും ചെയ്യണം. ഒന്നില്ലെങ്കിൽ നമ്മളുടെ വൈറ്റ് റിബൺ തന്നെ വെച്ച് ചെയ്യാം, അല്ലെങ്കിൽ വേറെ കളർ വെച്ചോ. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഇങ്ങനെ ഒരു പീസ് ഇരുന്ന കാരണം ഇത് വെച്ച് ഞാൻ ഇവിടെ ഇങ്ങനെ നടുക്ക് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ റിബൺ ഇപ്പോൾ ചെയ്തത് ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഒരു അലിഗേറ്റർ ക്ലിപ്പിലോ അല്ലെങ്കിൽ ഹെയർ ബാൻഡിലോ ഏതിലാണെന്ന് വെച്ചാൽ നമുക്ക് ഒട്ടിക്കാം. ഇപ്പോൾ ഞാനൊരു അലിഗേറ്റർ ക്ലിപ്പ് എടുക്കുകയാണ്. അതിനകത്ത് ഗ്ലൂ തേച്ചിട്ട് നമുക്ക് ഈ ഒരു ബോയിനെ ഒട്ടിച്ചു കൊടുക്കാം. കണ്ടില്ലേ, വളരെ സിമ്പിളാണ്, ചെയ്തു വരുമ്പോൾ വളരെ സിമ്പിളാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക കേട്ടോ. അപ്പോൾ ഇനിയും നല്ല വീഡിയോസൊക്കെ ആയിട്ട് വരാം കേട്ടോ. താങ്ക് യു.